രാഷ്ട്രീയത്തിലെ കരുത്തനായ കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ ഡൽഹിയിൽ ഹൈക്കമാൻഡുമായി നടത്തിയ സുപ്രധാന കൂടിക്കാഴ്ചകൾക്ക് ശേഷം സ്വന്തം തട്ടകമായി കണ്ണൂരിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. പുലർച്ചെ 2:10 അദ്ദേഹം വിമാനമിറങ്ങിയത്. അസമയത്താണെങ്കിലും തന്റെ പ്രിയപ്പെട്ട നേതാവിനെ സ്വീകരിക്കാൻ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രവർത്തകരുടെ വൻ നിര തന്നെ അണിനിരന്നു. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ റിജിൽ മാക്കുറ്റിയുടെയും മുഹമ്മദ് ഷമ്മാസിന്റെയും നേതൃത്വത്തിൽ 50ഓളം വരുന്ന സജീവ പ്രവർത്തകരാണ് സുധാകരനെ സ്വീകരിക്കാൻ എത്തിയത്. സുധാകരൻ വിമാനത്താവളത്തിന് പുറത്തേക്ക് വന്നതോടെ പരിസരം മുദ്രാവാക്യം വിളികളാൽ നിറഞ്ഞു. പാർട്ടിക്കുള്ളിലെ ഐക്യത്തിന്റെയും സുധാകരനോടുള്ള അണികളുടെ വിശ്വസ്തതയുടെയും തെളിവായി സ്വീകരണം മാറി. വിമാനത്താവളത്തിൽ പ്രവർത്തകർ ആവേശം പ്രകടിപ്പിച്ചെങ്കിലും സുധാകരൻ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. രാഷ്ട്രീയമായി വലിയ ചർച്ചകൾ ഡൽഹിയിൽ നടന്ന പശ്ചാത്തലത്തിൽ തന്റെ നിലപാടുകൾ ഇപ്പോൾ പരസ്യമാക്കേണ്ടതില്ലെന്ന വ്യക്തമായ തീരുമാനത്തോടെയാണ് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങിയത്. പാർട്ടി പുനഃസംഘടനയും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും സംബന്ധിച്ച നിർണായകമായ തീരുമാനങ്ങൾ കൈക്കൊണ്ട ശേഷമാണ് ഈ മടങ്ങിവരവെന്നതും ശ്രദ്ധേയമാണ്. കെ സുധാകരന്റെ ഓരോ നീക്കവും CPMന്റെ കോട്ടയായ കണ്ണൂരിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. അദ്ദേഹം ഡൽഹിയിൽ നിന്ന് മടങ്ങിയെത്തിയത് വരാനിരിക്കുന്ന രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് പുതിയ ഊർജം പകരുമെന്നാണ് കോൺഗ്രസ് അണികൾ വിശ്വസിക്കുന്നത്. പാർട്ടിക്കുള്ളിലെ തർക്കങ്ങൾ പരിഹരിക്കാനും അണികളെ ഒന്നിപ്പിക്കാനും സുധാകരന്റെ സാന്നിധ്യം അനിവാര്യമാണെന്ന് ഈ സ്വീകരണം അടിവരയിടുന്നു. ലളിതമെങ്കിലും രാഷ്ട്രീയമായി കൃത്യമായി സന്ദേശം നൽകുന്ന ഒന്നായിരുന്നു സുധാകരൻ ലഭിച്ച ഈ വരവേൽപ്പ്. വരും ദിവസങ്ങളിൽ അദ്ദേഹം നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങളാകും കേരളത്തിലെ കോൺഗ്രസിന്റെ ദിശ നിർണ്ണയിക്കുക.